Hi all, I am Alfie Elizabeth Joseph, Assistant Professor, Tripoli Department, SNIT, Adur. I am dealing with Module 5 of Advanced Control Theory, that is, describing function analysis of nonlinear system. In this section, I am going to solve a problem on describing function analysis. Problem on describing function analysis of a system with saturation nonlinearity. The question: how the frequency of limit cycle is obtained. The question: consider a unity feedback system shown in figure having a saturating amplifier with gain K. Determine the maximum value of K for the system to stay stable. What would be the frequency and nature of limit cycle for a gain of K equals 2.5? So, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് തിരിച്ച് റീകളക്ട് ചെയ്യണം. ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം നോക്കുക. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, തന്നിരിക്കുന്ന ഒരു സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ്. നോക്കിക്കേ, S ഈക്വൽ ടു 1ന് ശേഷം K ഇൻറ്റു S എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണിട്ട് ഔട്ട്പുട്ട് മാറുവാണ്. സോ ഇറ്റ് ഈസ് എ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. ഇനി നമുക്ക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് g of j omega. സോ നമുക്ക് ഇൻ ടോട്ടൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഏതൊക്കെയാ? ഈ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു സാച്ചുറേഷൻ ആംപ്ലിഫയറിന്റെ ഗെയിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ സിസ്റ്റത്തിന്റെ കിട്ടും. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്റ്റെബിലിറ്റി അനാലിസിസിലെ കണ്ടീഷനും വേണം. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഫോർ എ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഒരു സിസ്റ്റം നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ രണ്ട് പ്ലോട്ട് നമുക്ക് വേണം. എന്തൊക്കെയാ? പോളാർ പ്ലോട്ടും വേണം, -1/kn ലോക്കസും വേണം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. സോ നമുക്ക് ആദ്യമേ എന്ത് വേണം? പോളാർ പ്ലോട്ട് വരയ്ക്കണം. നമുക്ക് തന്നേക്കുന്ന സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയാം, അതേപോലെ സാച്ചുറേഷൻ ആംപ്ലിഫയറിന്റെ K ആണ്. സോ നമ്മൾ ആദ്യമേ സോൾവ് ചെയ്യാൻ നേരത്ത് K ഈക്വൽ ടു 1 വെച്ചിട്ടുള്ള പോളാർ പ്ലോട്ട് ഓഫ് G of j omega വരയ്ക്കുകയാണ്. പോളാർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് G of j omega വേഴ്സസ് ഫേസ് ആംഗിൾ. പക്ഷെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഓർഡിനറി ഗ്രാഫ് ഷീറ്റിലായതുകൊണ്ട് ഈ കിട്ടിയ മാഗ്നിറ്റ്യൂഡിന്റെ ഫേസ് ആംഗിളിനെ കോംപ്ലക്സ് ഫോം കാൽക്കുലേറ്ററിൽ എടുക്കും. അതായത് a+jb ഫോം എടുക്കും. ആംഗുലാർ ഫോമിൽ എൻട്രി ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ നമ്മൾ ഏത് മോഡ് എടുക്കും? a+jb ഈക്വൽ ടു എന്നുള്ള വാല്യൂ ആണ് എന്താ? റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ പ്ലോട്ട് വരയ്ക്കുവാണ്. സോ ഈ കേസിൽ K ഈക്വൽ ടു 1 എന്ന് വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ സി ഹിയർ of G of j omega when K equal to 1. So G of j omega യുടെ ഇക്വേഷൻ ഏതുമാണ്? രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. K by j omega into 1 plus 0.5 j omega into 1 plus j4 omega. So K equal to 1 ആകുമ്പോൾ G of j omega എന്തായിട്ട് മാറും? 1 by j omega into 1 plus 0.5 j omega into 1 plus j into 4 omega. j omega നമ്മൾ എഴുതി. ഇനി ആ ഫംഗ്ഷനെ നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിൾ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? G of j omega will be equal to 1 by omega angle 90 into root of 1 plus j0.5 omega. അതിനെ എങ്ങനെ എഴുതാം? root of 1 plus 0.25 omega square, 0.5 സ്ക്വയർ into omega square. ആംഗിൾ എങ്ങനെ എഴുതാം? tan inverse 0.5 omega into അടുത്ത എന്ത് വരും? root of 1 plus 4 omega whole square, that is 16 omega square angle tan inverse 4 omega by 1. അല്ലേ? a+jb ആണെങ്കിൽ ആംഗിൾ എങ്ങനെ കിട്ടുന്നത്? tan inverse of b by a. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടുന്നത്? root of a square plus b square. Therefore we will write G of j omega as. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെ സെപ്പറേറ്റ് ചെയ്തിടാം. എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് G of j omega equals 1 by omega into root of 1 plus 0.25 omega square. ഒമേഗയ്ക്ക് മാത്രം അവിടെ സ്ക്വയർ എടുത്താൽ മതി, കാരണം 0.5ന്റെ സ്ക്വയർ നമ്മൾ ഓൾറെഡി എടുത്ത് 0.25 into root of 1 plus 16 omega സ്ക്വയറും ഫേസ് ആംഗിളിനെ എങ്ങനെ എഴുതാം? -90. ഒമേഗ താഴെയാണ്, സോ -90. ബാക്കി എല്ലാം ഡിനോമിനേറ്റർ വന്നുകൊണ്ട്
minus tan inverse of 0.5 omega minus tan inverse of 4 omega. In equation കിട്ടി, phase angle equation കിട്ടി. So magnitude equation calculator enter ചെയ്യുക. എന്നിട്ട് solve for മറ്റേ alpha a ചെയ്തില്ലേ, അതേപോലെ ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് ഒമേഗയ്ക്ക് particularly corner frequency ആ values ഇട്ട് കൊടുത്ത് നമ്മൾ magnitude കാണുന്നു. ഇതേ ഒമേഗയ്ക്ക് ഫേസ് ആംഗിളിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റർ എൻ്റർ ചെയ്ത് ഒമേഗയ്ക്ക് മുമ്പേ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച അതേ ആംഗിളിലുള്ള ഫേസ് ആംഗിൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഒമേഗ 0.4 ഇട്ടു, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1.299 കിട്ടി. ഫേസ് ആംഗിൾ -159. ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ കൊടുക്കുക, എന്നിട്ട് ഒമേഗയ്ക്ക് ഓരോ വാല്യൂ മാറ്റി മാറ്റിയിട്ട് കൊടുത്ത് മാഗ്നിറ്റ്യൂഡ് വേണം. അപ്പോൾ 0.5ക്ക് കറസ്പോണ്ടിങ് 0.868 ഫേസ് ആംഗിൾ കിട്ടിയ -167 ഡിഗ്രി. അതേപോലെ 0.6നാണ് 0.614 -174, 0.8 0.346 -184, 1നാണെങ്കിൽ 0.216 -192 ഡിഗ്രി, 1.2 ആണെങ്കിൽ 0.145 -199 ഡിഗ്രി. അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫേസ് ആംഗിൾ ആണ് ശരിക്കും പറഞ്ഞാൽ പോളാർ പ്ലോട്ട്. പക്ഷെ നമ്മൾ അത് പോളാർ ഷീറ്റ് വരയ്ക്കുമ്പോഴാണ് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഓർഡിനറി ഗ്രാഫ് ഷീറ്റ് വരയ്ക്കുമ്പം ഈ കോംപ്ലക്സ് ഫോം ആംഗിൾ ഫോമിലുള്ളതിനെ നമ്മൾ ഏത് ഫോമിലോട്ടാക്കും? a+jb ഫോമിലോട്ടാക്കും. സോ കാൽക്കുലേറ്ററിൽ കോംപ്ലക്സ് മോഡ് ഇട്ടിട്ട് 1.299 ആംഗിൾ -159 ഡിഗ്രി ഈക്വൽസ് അതിൻ്റെ കറസ്പോണ്ടിങ് a+jb ഫോം ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ റിയൽ പാർട്ട് -1.21 പ്ലസ് j ഇൻറ്റു എന്നാണ് വരുന്നത് -0.47. Similarly 0.5 we get 0.5 for frequency 0.5. The magnitude was 0.868 and the phase angle is -167 degree. So corresponding real and imaginary part is -0.85 and -0.2 imaginary part. ഇങ്ങനെ 0.6നും 0.81 1.8നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടി. ഇനി നമുക്കിത് ഗ്രാഫ് ഷീറ്റ് എടുത്ത് സ്യൂട്ടബിൾ സ്കെയിൽ വെച്ച് പ്ലോട്ട് ചെയ്യണം. റിയൽ വേഴ്സസ് ഇമാജിനറി ആക്സിസ് വരയ്ക്കണം. സോ ആദ്യമേ നോക്കിക്കുക, റിയലിൻ്റെ ഇമാജിനറിയുടെ വാല്യൂസ് കൂടുതലും നെഗറ്റീവാണ്. അപ്പം നമുക്ക് നെഗറ്റീവ് ആക്സിസ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡാണ് കൂടുതലായിട്ടും വരേണ്ടത്. ആ രീതിയിൽ നമ്മൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് റിയൽ ഇമാജിനറി ആക്സിസ് വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡ് കൂടുതൽ വരണം, അതേപോലെ ബോട്ടം സൈഡ് കൂടുതൽ വരണം ഇമാജിനറി ആക്സിസ് ഉണ്ട്. റിയൽ ഇമാജിനറി ആക്സിസ് വരയ്ക്കുമ്പം അതേലെ യൂണിറ്റ്സ് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽസ് 1 യൂണിറ്റ് ആണ് റിയൽ ആക്സിസ് എങ്കിൽ ഇമാജിനറി ആക്സിസിലും സെയിം സ്കെയിലേ ഉപയോഗിക്കാവുള്ളൂ. സോ ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കെയിൽ എക്സ് ആക്സിസും വൈ ആക്സിസ് അല്ല റിയൽ ആക്സിസിനും ഇമാജിനറി ആക്സിസിനും തുല്യമായിട്ട് വേണം വരയ്ക്കാൻ. റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും ഇവിടെ 2 സെൻറ്റിമീറ്റർ ഈക്വൽസ് -0.2 -0.4 അങ്ങനെ വരച്ചു. ഇമാജിനറി ആക്സിസിൽ -j.2 -j.4. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും സെയിം സ്കെയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും ഇവിടെ 2 സെൻറ്റിമീറ്റർ ഈക്വൽസ് -0.2 -0.4 അങ്ങനെ വരച്ചു. ഇമാജിനറി ആക്സിസിൽ -j.2 -j.4. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിയൽ ആക്സിസിലും ഇമാജിനറി ആക്സിസിലും സെയിം സ്കെയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പോളാർ പ്ലോട്ട് വരയ്ക്കണം. അതിന് ആദ്യമേ നമുക്ക് 0.4 ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് റിയൽ പാർട്ട് കിട്ടിയത് -1.21 ആണ്. സോ റിയൽ ആക്സിസിൽ -1.21 എടുക്കുക. ഇമാജിനറി എന്ന് പറയുന്നത് -0.47 ആണ്. സോ ഇമാജിനറി ആക്സിസിൽ -j.47 രണ്ടും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് 0.5ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ് -0.85 റിയൽ ആക്സിസ് നോക്കി ചൂസ് ചെയ്യുക. ഇമാജിനറി വരേണ്ട -j.2 ആണ്. സോ അതും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് രണ്ടാമത്. ഇങ്ങനെ നമ്മൾ പോളാർ പ്ലോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 5 പോയിന്റ് എത്രയുണ്ടോ അത്രയും എടുത്ത് സ്യൂട്ടബിൾ ആയിട്ട് വരയ്ക്കുക. ഫൈനലി എൻഡ് പോയിന്റ് ഒറിജിനിൽ എത്തണം. ഇതാണ് ഫോർ k = 1 പോളാർ പ്ലോട്ട്. ഇനി നമുക്ക് അടുത്ത് വരയ്ക്കാനുള്ളത് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ -1/k ലോക്കസ് ആണ്. നമുക്ക് -1/k പോളാർ പ്ലോട്ട് വരയ്ക്കണം. സോ -1/k എങ്ങനെ എഴുതാം? -1 × 1/k that will be equal to
വൺ ആംഗിൾ ഫോമിൽ എങ്ങനെ വരുന്നത് -1 + j0. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗുലർ ഫോം എങ്ങനെ വരും? 1 ആംഗിൾ ഓഫ് -180 ഡിഗ്രി ഇൻറ്റു 1/kn. ഇവിടെ തന്നേക്കുന്ന സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ്. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ kn ഫോർ എ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ് അടുത്ത് എഴുതേണ്ടത്. പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. ഓരോ നോൺ ലീനിയാരിറ്റിയും കറസ്പോണ്ടിങ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ആണ്. സോ വി നോ ദാറ്റ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വിൽ ബി having two values when x less than s ഉണ്ട് when x greater than s. ഓർക്കുന്നുണ്ടോ ആ ഡെറിവേഷൻ ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ് എഴുതിയായിരുന്നു based on the value of x. So when x less than s എന്ന് പറഞ്ഞാൽ ആ സാച്ചുറേഷൻ വാല്യൂവിന് മുന്നേ ഉള്ള റേഞ്ചിൽ k എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു k. ആ ഗെയിൻ kനോട് ഈക്വൽ ആണ് അല്ലെങ്കിൽ സ്ലോപ്പിനോട് ഈക്വൽ ആണ്. സോ k ഈക്വൽ ടു 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു ആണ് ഇപ്പം നമ്മൾ വരയ്ക്കുന്നത്. ഇനി when x greater than s ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ 2k/pi into beta plus sin beta into cos beta angle 0 degree where beta equals sin inverse of s by x. അപ്പം നമുക്ക് തന്നേക്കുന്ന ഫിഗറിൽ എസിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഒന്നുകൂടെ പറയാം, ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ when x less than s എന്ന് പറഞ്ഞാൽ kn will be equal to k ആണ്. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്തത് കെയുടെ വാല്യൂ എന്തായിട്ടാ 1 എന്ന് പറഞ്ഞാണ് നമ്മൾ പോളാർ പ്ലോട്ടൊക്കെ വരച്ചത്. സോ 1 കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ 2k/pi into ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ ആംഗിൾ 0 ഡിഗ്രി എന്നാണ്. സോ നമ്മുടെ -1/k എന്ന് പറയുമ്പോൾ ഇനി എന്താവും? ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് വരും. പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് സൈനസോയിഡ് സിഗ്നലാണ്. നമ്മുടെ k ഈക്വൽ ടു 1 എന്നുള്ള അസംഷനിലാണ് നമ്മളിപ്പോൾ പോളാർ പ്ലോട്ട് ഓഫ് g(j)ω വരച്ചത്. ഇനി -1/kൻ്റെ പോളാർ പ്ലോട്ട് വരയ്ക്കണം. എന്ന് വെച്ചാൽ ആംഗിൾ വേഴ്സസ് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ആംഗിളാണ്. ആൻഡ് s ഈക്വൽ ടു 1 ക്വസ്റ്റ്യൻ്റെ ഗ്രാഫിൽ ഗിവൺ ആണ്. അപ്പം നമ്മൾ kn എഴുതിയായിരുന്നു. ഇനി -1/k എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കൽ വേണം, മൈനസ് വേണം. മൈനസ് വരുന്നുണ്ട് ആംഗിൾ എന്തായിട്ട് മാറും പോളാർ ഫോമിൽ? -180 ഡിഗ്രി. സോ വെൻ x ലെസ് ദാൻ s, ഫസ്റ്റ് കണ്ടീഷൻ എസിൻ്റെ വാല്യൂ 1. സോ വെൻ x ലെസ് ദാൻ 1 -1/kn ഈക്വൽസ് 1 ആംഗിൾ -180 ഡിഗ്രി. മുമ്പേത്തത് 2k/pi where k ഈക്വൽ ടു 1, 2k/pi ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ ആണ്. സോ അതിൻ്റെ റിവേഴ്സ് ചെയ്ത് ഇവിടെ π/2 ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ മൈനസ് വന്നുകൊണ്ട് ആംഗിൾ എത്രയായി മാറി? ആംഗിൾ -180 ഡിഗ്രി. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഇൻവേഴ്സ് 1/x. -1/k ലോക്കസ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം 1 ആംഗിൾ -180 ഡിഗ്രി, അതായത് -1 + j0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റിയൽ ആക്സിസിലെ ഒരു പോയിന്റാണ്. ഇനി എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അപ്പം ബീറ്റ എന്ന് പറയുന്നത് കിട്ടും. അതുകൊണ്ട് π/2 ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ അതിൻ്റെ അതുകൊണ്ട് ഇട്ട് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ വാല്യൂ കിട്ടും. അങ്ങനെ വാല്യൂ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, അത് -1 + j0 സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ കൂടെ പോകുന്ന ഒരു ലോക്കസ് ആയിട്ടാണ് കിട്ടുന്നത്. ഏത് വാല്യൂയും എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇട്ട് കൊടുത്ത് ബീറ്റ കാണുക, കറസ്പോണ്ടിങ് കോസ് ബീറ്റയും സൈൻ ബീറ്റയും കണ്ടിട്ട് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് റിയൽ വാല്യൂസ് ആണ് കിട്ടുന്നത്. സോ ഇവിടെ നോക്കുക, റിയൽ ആക്സിസ് ഇമാജിനറി ആക്സിസ് 2 സെൻറ്റിമീറ്റർ ഈക്വൽസ് -0.2 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽസ് -0.2. ഇങ്ങോട്ടും അതേപോലെ തന്നെ തുല്യമായിട്ടാണ് ഇത്. സോ അതുകൊണ്ടാണ് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽസ് 0.1 യൂണിറ്റ് ഈക്വൽ ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ആദ്യമേ പോളാർ പ്ലോട്ട് മുമ്പിൽ വരച്ചായിരുന്നു. ഓരോ പോയിന്റ് എടുത്ത് റിയൽ ഇമാജിനറി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് k ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ പ്ലോട്ട് വരച്ചു g(j)ω. ഇനി നമുക്ക് -1/kൻ്റെ പോളാർ പ്ലോട്ടാണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ കിട്ടിയ റെക്ടാങ്കുലർ കോർഡിനേറ്റ് എടുക്കുമ്പം -1 + j0 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആംഗിൾ -180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ എസ് എന്നുള്ളതിന് റിയൽ ആക്സിസിലാണ് -1/kn കിട്ടുന്നത്. -1 + j0 സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ കൂടെ പോകുന്നതാണ് എന്ത്? -1/kn ലോക്കസ്. ഇപ്പം ഈ കേസിൽ k ഈക്വൽ ടു 1ൽ g(j)ω ഇവിടെയും -1/kn ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ g(j)ω -1/kന് എൻക്ലോസ് ചെയ്യുന്നില്ല. അപ്പം k ഈക്വൽ ടു 1ൽ ഈ കേസിൽ എന്തുവാ? സിസ്റ്റം സ്റ്റേബിൾ ആണ്.
stability analysis ആണ്. സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കേസ് 1 എന്ന് വെച്ചാൽ when k equal to 1 സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന്. പ്രീവിയസ്ലി നമ്മൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്തപ്പോൾ -1/kനെ g of j omegയുടെ പ്ലോട്ട് എൻക്ലോസ് ചെയ്യുന്നില്ല ഫോർ k equal to 1. therefore ആ കേസിൽ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ we are asked to find the maximum value of k for stability. ഇവിടെ നോക്കിക്കേ, ഇത് k equal to 1 g of j omega ലോക്കസ് ഇങ്ങനെ പോയി. ഇനി kയുടെ വാല്യൂ കൂട്ടും തോറും g of j omegയുടെ ലോക്കസ് ഷിഫ്റ്റ് ചെയ്ത് വരും. ഫൈനലി -1 + j0 കൂടെ g of j omega പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി kയുടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതിലും kയുടെ വാല്യൂ കൂടുകയാണ് g of j omega -1/kനെ എൻക്ലോസ് ചെയ്യും. അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. ഈ കേസ് നോർമൽ കേസിൽ ഇത് സ്റ്റേബിൾ ആണ്, കാരണം g of j omega ഇവിടെ -1/k അവിടെയാണ്, എൻക്ലോസ് ചെയ്യുന്നില്ല. ഇവിടം വരെ -1 + j0 കൂടെ ഇത് പാസ് ചെയ്യുന്നോടം വരെ എന്തുവാ സിസ്റ്റം സ്റ്റേബിൾ ആണ്. -1 + j0 എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി ആണ് k. k അതിലും കൂടിപ്പോയാൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആകും, കാരണം ഈ കർവ് ഇതിൽ കൂടെ അങ്ങ് പോകും. അപ്പം -1/k എന്ന് പറഞ്ഞാൽ g of j omegയുടെ ഉള്ളി വരും, അല്ലെങ്കിൽ എൻക്ലോസ്ഡ് ആയിട്ട് വരും. അപ്പോൾ അത് അൺസ്റ്റേബിൾ ആയിപ്പോകും. ഇപ്പോൾ g of j omegയുടെ വാല്യൂ -1 + j0 ആകുമ്പോഴാണ് എന്ത് അറ്റ് ദ വേർജ് ഓഫ് ഇൻസ്റ്റെബിലിറ്റിയിലുള്ള അറ്റ് ദ വേർജ് ഓഫ് സ്റ്റെബിലിറ്റി അല്ലെ ഇൻസ്റ്റെബിലിറ്റി, ആ മാക്സിമം വാല്യൂ kയുടെ ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫോർ സ്റ്റെബിലിറ്റിക്ക് kക്ക് ഇവിടം വരെ എത്തുന്ന വാല്യൂ പോസിബിൾ ആണ്. സോ അതാണ് അടുത്ത ഡിറ്റർമൈൻ ചെയ്യുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കണം. k കൂട്ടും തോറും g of j omega ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നു. നമുക്കറിയാം ഇവിടെയാണ് -1/k സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നോടം വരെ kയുടെ വാല്യൂവിന് സിസ്റ്റം സ്റ്റേബിൾ ആണ്. പക്ഷെ അതിലും കൂടുതൽ k കൂട്ടിയാൽ g of j omega ഇപ്പുറത്തൂടെ പാസ് ചെയ്യും. അപ്പം -1/kനെ എൻക്ലോസ് ചെയ്യും, അത് അൺസ്റ്റേബിൾ ആക്കും. സോ -1 + j0 വെച്ചാണ് നമ്മൾ kയുടെ മാക്സിമം വാല്യൂ ഓഫ് k ഫോർ സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. When k is increased, g of j omega locus shift upwards, and for a particular value of k, g of j omega -1 + j0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നു. And this value of k is the limiting value for stability. -1 + j0 വെച്ചിട്ട് നമ്മൾ kയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുവാണ്. അപ്പോൾ g of j omega -1 + j0 കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ g of j omega equals -1 എന്ന് എഴുതാം. that will be equal to 1 angle -180 degree എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? So we are able to write in the magnitude of g of j omega equals 1 ഉം phase angle of g of j omega equals -180 degree. Let omega L1 equals frequency when g of j omega equals -1. So at omega L1 angle of g of j omega എങ്ങനെ എഴുതാം? -90 minus tan inverse 0.5 omega ആണ്. അപ്പോൾ ഒമേഗയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? omega L1 minus tan inverse 4 omega L1 ആംഗിളിന്റെ ഇക്വേഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? -180 ഡിഗ്രിനോട് ഇക്വേറ്റ് ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സോൾവ് ചെയ്യണം. അപ്പം -90നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? -tan inverse of 0.5 omega L1 minus tan inverse omega L1 equals -90 now. -180 plus 90. ലെഫ്റ്റ് സൈഡിലെ മൈനസും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? tan inverse of 0.5 omega L1 plus tan inverse 4 omega L1 equals 90 degree എന്ന് കിട്ടും. അടുത്ത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് tan inverse 0.5 omega L1 plus tan inverse 4 omega L1. അപ്പോൾ അതിൻ്റെ tan കളയാൻ വേണ്ടി taking tan on both sides നമുക്ക് ചെയ്യാം. tan of tan inverse 0.5 omega L1 plus tan inverse 4 omega L1 equals tan 90 degree എന്ന് കിട്ടും. So tan of a plus b എന്തോ ഇക്വേഷൻ? tan a plus tan b by 1 minus tan a into tan b. ഇപ്പോൾ എയുടെ സ്ഥാനത്ത് tan inverse 0.5 omega L1 ഉം ബിയുടെ സ്ഥാനത്ത് tan inverse 4 omega L1. So using identity we write it as tan of tan inverse 0.5 omega L1 plus tan ബിയുടെ സ്ഥാനത്ത് എന്തൊരു tan of tan inverse 4 omega L1
the whole divided by 1 minus tan A into tan B. So അവിടെ എന്താ വരും tan of എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത് tan inverse 0.5 omega L1 into tan of B യുടെ സ്ഥാനത്ത് എന്താ വരും tan inverse 4 omega L1 equals tan 90 degree. Tan of tan inverse 0.5 omega L1 can be written as tan inverse പോയിട്ട് എന്താ വരും 0.5 omega L1 plus 4 into omega L1 divided by 1 minus tan of tan inverse എന്ന് പറയുമ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും 0.5 into omega L1 into 4 omega L1 equals tan 90 degree എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫിനിറ്റി. നമുക്ക് കിട്ടിയായിരുന്നു 0.5 omega L1 plus 4 omega L1 by 1 minus 0.5 into omega L1 into 4 omega L1 equals infinity. നമുക്കറിയാം ഒരു വാല്യൂ എപ്പോഴാണ് ഇൻഫിനിറ്റി ആണ് 1/0 equals infinity എന്നാണ് അല്ലേ. അപ്പം LHS equal to RHS എന്നാണ്, അതായത് 1/0 എന്ന് പറഞ്ഞാൽ എന്താ ഡിനോമിനേറ്റർ ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്താ വന്നേ 1 മൈനസ് 0.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 22. 1 minus 2 into omega L1 square is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ omega L1 square equal to 1/2. omega L1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 1/√2 radian per second എന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫേസ് വെച്ച് നമുക്ക് ഒമേഗ L1 കിട്ടി. അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ അടുത്ത അതാണ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 1 വെച്ചിട്ട് കെയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. സോ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് കെ ഫോർ സ്റ്റെബിലിറ്റി കാണണം. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ജി ഓഫ് ജി ഒമേഗ ഈ കണ്ടീഷൻ എന്തായിരിക്കണം 1നോട് ഇക്വേറ്റ് ചെയ്യണം. സോ ഇവിടെ കെയുടെ വാല്യൂ കെ എന്ന് തന്നെ കൊടുക്കുക. കെ ബൈ ഒമേഗ L1 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 omega L1 square into root of 1 plus 16 omega L1 square equals 1 എന്ന് കിട്ടി. അതിൻ്റെ അകത്തുനിന്ന് കെ സോൾവ് ചെയ്ത് ഫൈനലി നമുക്ക് എന്താണെന്നാ കിട്ടിയത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കെ ഈക്വൽ ടു 2.25. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്താ കെ ഈക്വൽസ് 2.25 ആകുമ്പോഴാണ് ജി ഓഫ് ജി ഒമേഗ എന്ന് പറയുന്നത് -1/kന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൂടെ ക്രോസ് ചെയ്യുന്നത്. കെ ഇതിനേക്കാളും കൂടിപ്പോയാൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. അപ്പം സിസ്റ്റം സ്റ്റേബിൾ ആകാനുള്ള കെയുടെ ലിമിറ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ കെ ലെസ് ദാൻ 2.25 ആ റേഞ്ച് വരെയുള്ള വാല്യൂവിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. കാരണം ജി ഓഫ് ജി ഒമേഗ ഡു നോട്ട് എൻക്ലോസ് -1/k in locus. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു തേർഡ് പാർട്ട് ഉണ്ടായിരുന്നു. വെൻ കെ ഈക്വൽസ് 2.5 നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കണം. സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. സോ we are required to draw the polar plot അല്ലേ of g of g omega and -1/k. സിമിലർലി മുമ്പ് k equal to 1 എന്ന് ചെയ്ത പോലെ ഇപ്പൊ k equal to 2.5 ഇട്ട് ചെയ്യണം. സോ ആദ്യമേ മാഗ്നിറ്റ്യൂഡ് ഓഫ് g of g omegയുടെ ഇക്വേഷൻ എഴുതി k by omega into root of 1 plus 0.25 omega square into root of 1 plus 16 omega square ക്വസ്റ്റ്യനിൽ തന്ന വെച്ച് നമ്മൾ എഴുതുവാണ് k equals 2.5 ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫേസ് ആംഗിളിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ അറിയാലോ, മുമ്പ് എഴുതിയതാണ്. ഫേസ് ആംഗിളിന് മുമ്പത്തെ സെയിം ഇക്വേഷൻ ആണ്. കെയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഫേസ് ആംഗിളിന്റെ ഇക്വേഷൻ മാറുന്നില്ല. സോ മുമ്പേ കമ്പ്യൂട്ട് ചെയ്തുള്ള ഒരു ടേബിൾ ഫോം ചെയ്ത് ഒമേഗയ്ക്ക് ഓരോ വാല്യൂ ഇട്ട മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കമ്പ്യൂട്ട് ചെയ്യും. സോ ഒരു സർട്ടൺ റേഞ്ച് ഓഫ് ഒമേഗ എടുത്തിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗയും ആംഗിൾ ഓഫ് ജി ഒമേഗയും കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ റിയലും ഇമാജിനറി പാർട്ടും കാൽക്കുലേറ്റർ വെച്ച് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് a+ab എന്നുള്ള ഫോം ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ അങ്ങനെ 0.6, 0.65, 0.75, 0.8, 1, 1.2 ഒരു 5 ഫ്രീക്വൻസി. കൂടെ ഫ്രീക്വൻസി എടുക്കുമ്പോൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് പ്ലോട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. സോ ഇക്വേഷൻ ഒറ്റ തവണ കാൽക്കുലേറ്ററിൽ കൊടുക്കുക. സോൾവ് ഫോർ എ എന്ന് പറയുന്ന പോലെ ഒമേഗയ്ക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. ആ സെയിം ഇത് തന്നെ ഫേസ് ആംഗിളുടെ ഇക്വേഷന് ആ ഒമേഗയ്ക്ക് സെയിം വാല്യൂ ഇട്ട് കൊടുത്ത് ഫേസും കിട്ടുക. ഇതിനെ രണ്ടിനെയും കാൽക്കുലേറ്റർ വെച്ച് റിയലും ഇമാജിനറി പാർട്ടും കമ്പ്യൂട്ട് ചെയ്യുക. ഇത് വേണം ഇനി ഗ്രാഫ് വരയ്ക്കാൻ. മുമ്പേ വരച്ച സെയിം ഗ്രാഫ് ഷീറ്റ് എടുത്ത് ഈ പോളാർ പ്ലോട്ട് ഓഫ് ജി ഒമേഗ വരയ്ക്കണം ഫോർ k ഈക്വൽസ് 2.5. സോ ഇവിടെ നോക്കുക, മുമ്പേ വെച്ച ടേബിൾ വെച്ചിട്ട് റിയൽ കറസ്പോണ്ടിങ് ഇമാജിനറി നോക്കി പോയിന്റിൽ ലോക്കസ് ചെയ്ത് ലോക്കസ് ഓഫ് പോയിന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യുമ്പോൾ g of g omega with k equals 2.5 കണ്ടോ, 2.5 എന്ന് പറയുന്ന പോളാർ പ്ലോട്ട് കിട്ടി. മുമ്പേ വരച്ച അതേ സെയിം ഗ്രാഫിൽ തന്നെയാണ് വരയ്ക്കുന്നത്. റിയൽ ഇമാജിനറി ആക്സിസ് പോയിന്റ്സ് കോയിൻസൈഡ് എടുത്ത്
വരയ്ക്കുക. അപ്പോൾ ഇതാണ് g of j omega locus with k equals 2.5. ഇത് k equals 1. കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് പോയി 2.25 ആവുമ്പോൾ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. അതിലും കൂടിപ്പോയാൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആവുകയാണ്. കാരണം ഇത്രയും ഭാഗത്ത് g of j omega -1/k നെ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. -1/k ഇത്രയും ഭാഗത്ത് g of j omega ഉള്ളിലാണ്. സോ അത്രയും റീജിയൻ അൺസ്റ്റേബിൾ റീജിയൻ ആണ്. ഇത് സ്റ്റേബിൾ റീജിയൻ ആണ്. സോ ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കണ്ടുപിടിക്കാം ഗ്രാഫിൽ നിന്ന്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് -0.1 ആണ് ഈ പോയിന്റ്. -1.1 പ്ലസ് j0. സോ അതിൻ്റെ അകത്ത് നിന്ന് ആ ലിമിറ്റ് സൈക്കിൾ നമുക്കറിയാം അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോയത്. കാരണം ഇവിടെ -1/k g of j omega ഔട്ട്സൈഡ് ആണ്. സോ അത് സ്റ്റേബിൾ റീജിയൻ ആണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ലിമിറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ്. ആ ലിമിറ്റ് സൈക്കിളിന്റെ ഫ്രീക്വൻസി നമുക്കിനി കണ്ടുപിടിക്കണം. ഈക്വൽസ് 2.5 നമ്മൾ കണ്ടു. g of j omega ലോക്കസും -1/k ലോക്കസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയത് -1.11 പ്ലസ് j0 എന്ന പോയിന്റിൽ കിട്ടി. At the intersection point, a limit cycle exists. We have seen that it is a stable limit cycle. And the coordinate corresponding to stable limit cycle is -1.1 plus j0 എന്നാണ്. സോ അതിനെ എങ്ങനെ എഴുതാം? -1.1 ആംഗിൾ -180 ഡിഗ്രി. So limit cycle എന്ന് പറഞ്ഞാൽ അത് oscillates with the fixed frequency and amplitude. So we are asked to find the frequency of the limit cycle. അപ്പോൾ അതിനെ നമുക്ക് omega L2 എന്ന് എഴുതാം. മുമ്പ് omega L1 എടുത്തല്ലോ. So at omega equals omega L2 g of j omega മാഗ്നിറ്റ്യൂഡും ആംഗിളും എന്താ? 1.11 ആംഗിൾ -180 ഡിഗ്രി. സോ ഒമേഗ L2 ഇല്ല. അതിൻ്റെ ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ഒമേഗയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കണം? ഒമേഗ L2 ഇട്ട് കൊടുക്കും. അതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? -180 ഡിഗ്രിനോട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ ക്രോസ് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്ന പിന്നെ ടേക്കിംഗ് ടാൻ ഓൺ ബോത്ത് സൈഡ്സ് ആ വിധത്തിൽ നമ്മൾ സോൾവ് ചെയ്ത് ഒമേഗ L2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഫേസ് ആംഗിൾ ഈക്വൽസ് -180 ഡിഗ്രി ആണ് ഒമേഗ L2 എന്ന് പറയുന്ന ഫ്രീക്വൻസി. സോ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒമേഗ L2 കമ്പ്യൂട്ട് ചെയ്യുവാണ്. tan inverse 0.5 omega L2 plus tan inverse 4 omega L2 equals 90 ഡിഗ്രി. -90നെ അപ്പുറത്ത് കൊണ്ടുപോയി പിന്നെ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിട്ടി. ഇനി we have to take tan on both sides. So we will get tan of a plus b equals tan 90 ഡിഗ്രി എന്ന് കിട്ടും. a plus b നെ എങ്ങനെ എഴുതാം? tan a plus tan b by 1 minus tan a into tan b. That will be equal to tan 90. tan of tan inverse എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് പോയിട്ട് ബാക്കി കോൺസ്റ്റൻസ് മാത്രം നമുക്ക് കിട്ടും. ആംഗിൾ ഫോം കിട്ടും. എന്ത് കിട്ടി? 0.5 omega L2 plus 4 omega L2 by 1 minus 0.5 into omega L2 into 4 omega L2 equals tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1/0. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റിംഗ് ടു 0 ആൻഡ് വി ആർ ഏബിൾ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒമേഗ L2. സോ above equation നമുക്ക് ഡിനോമിനേറ്ററിനെ ഇക്വേറ്റിംഗ് ടു 0. ഫൈനലി സോൾവിംഗ് we get omega L2 square equals 1/√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് omega L2 equals 1/√2 radian per second. So limit cycle frequency എന്താണെന്ന് കിട്ടിയത്? 1/√2. That will be equal to 0.707 radian per second. Finally നമ്മൾ കണ്ടു k equal to 1 സിസ്റ്റം സ്റ്റേബിൾ ആണ്. പിന്നെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് k for stability it should be less than 2.25 എന്ന് കണ്ടു. ഇനി k equals 2.5 സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി 0.707 radian per second എന്ന് കിട്ടി. Conclusion. We have seen that the limiting value of k can be determined from the point of intersection of g of j omega locus and -1/k locus. Also, the frequency of limit cycles can be obtained from the phase of g of j omega. These are the university questions from this section. You can expect a derivation, that is describing function for saturation nonlinearity and or a problem. So these are frequently asked. This is a problem on saturation nonlinearity. You are asked to find the frequency for a gain of k equals 3 and the maximum value of k for system to stay stable. This is the third question for your assignment.
Here given a system with saturation nonlinearity, you are asked to find the frequency and amplitude of the limit cycle if it exists. So given function is k by s into 1 plus s into 1 plus 0.5 into s. So solve it and then mail the answer to my mail ID. For any queries, mail to alfie@gmail.com. Thank you.